വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒക്കെ പ്രഗ്നൻ്റ് ആവുക എന്ന് പറയുന്നത്. ഒരുപാട് പേര് കമൻസിൽ പറയുന്നുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല എന്നുള്ളത്. കാരണം ഏത് വഴിക്ക് പോകണം, ഏത് ഡോക്ടറെ കാണണം, ലക്ഷണങ്ങളും മുടക്കുന്നു, പക്ഷേ പ്രഗ്നൻ്റ് ആകുന്നില്ല. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യും? IVF-ന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നവർ, അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസിൽ കൂടെ പലരും ഫേസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ പ്രഗ്നൻ്റ് ആകാനായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കേവലം മരുന്നുകൾ കഴിച്ചതുകൊണ്ട് മാത്രം ഒരിക്കലും നമ്മുടെ ബോഡി പ്രഗ്നൻ്റ് ആകാനായിട്ട് പ്രിപ്പയർ ആവില്ല. അതിനെ ആ ഒരു റൂട്ടിൽ നിന്ന് തന്നെ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർ ആക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ വിറ്റമിൻസും കൊടുത്ത് എല്ലാ ന്യൂട്രിയൻസും കൊടുത്തിട്ട് ഒരു അമ്മയാകാനും അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ വഹിക്കാനായിട്ടുള്ള ഒരു ഗർഭപാത്രം ഉണ്ടാകാനും അതുപോലെ തന്നെ കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അണ്ടം ഉണ്ടാകാനും എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വളരുന്നതിനും ഫലോപ്പിയൻ ട്യൂബ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതിനും ഒക്കെ പ്രാപ്തമാക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന് നമുക്ക് സാധിക്കണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി സക്സസ്ഫുൾ ആവുകയുള്ളൂ. ഏതാനും മെഡിസിൻസ് എടുത്തിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലി എഗ്ഗിന്റെ സൈസ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മളത് റപ്ചർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വളർന്നു വരുന്ന ആ ഒരു എഗ്ഗിന് ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പലരും ചാനലിൽ പറയുന്നുണ്ട്, ചേച്ചി ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്, എഗ്ഗ് റപ്ചർ ആയി, പക്ഷേ പ്രഗ്നന്റ് ആകുന്നില്ല. എന്തുകൊണ്ട് പ്രഗ്നന്റ് ആകുന്നില്ല എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എഗ്ഗിനെ വളർത്തിയെടുത്തു, നമ്മളത് പൊട്ടിച്ചു, പക്ഷേ ആ ഒരു എഗ്ഗിന് ക്വാളിറ്റി ഉള്ള ഒരു കപ്പാസിറ്റി അവിടെ ഉണ്ടാവില്ല. ഒരു ക്വാളിറ്റി ഉള്ള ഒരു സ്പേമുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ആ ഒരു ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി ആ ഒരു എഗ്ഗിന് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കവിടെ പ്രഗ്നൻസി ഫെയിൽ ആയി പോകുന്നത്. അപ്പോൾ എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകണമെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം തുടങ്ങേണ്ടത് റൂട്ടിൽ നിന്ന് തന്നെയാണ്. അതായത് നമ്മൾ ആ ഓവത്തിനെ, നമ്മുടെ ആ ഒരു ഫോളിക്കിൾസിനെ കൃത്യമായിട്ട് ഹെൽത്തി ആയിട്ട് ഗ്രോ ആക്കണം. നമ്മുടെ ബാക്കിയുള്ള എല്ലാ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അതിന്റെ ഓരോ ആക്ടിവിറ്റീസ്. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് മെഡിസിൻസിന് മാത്രം നിങ്ങൾ ആരും പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ റൂട്ടിൽ നിന്ന് തന്നെ പ്രഗ്നൻസിയെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫ്രൂട്ടിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത്. അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് വാട്ടർ മെലണിനെ പറ്റിയിട്ടാണ്. വാട്ടർ മെലൺ അഥവാ തണ്ണിമത്തൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരുടെയും സ്ഥലങ്ങളിൽ, നമുക്ക് എവിടെയാണോ താമസിക്കുന്നത് അവിടെയൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് വാട്ടർ മെലൺ എന്ന് പറയുന്നത്. ഡൈജഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ എന്തെങ്കിലും നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്നവരാണെങ്കിൽ ആ ഒരു സ്ട്രെസ്സിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻ സിയും ഗ്ലൂട്ടാത്തയോണും നിങ്ങളിൽ പ്രഗ്നൻസി സക്സസ്ഫുൾ ആകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. വാട്ടർ മെലൺ കഴിച്ചിട്ടുള്ളവർക്കറിയാം അതിന്റെ ഒരു 92% വരെ വാട്ടറാണ്. നമ്മുടെ വാട്ടർ മെലൺ എന്ന് പറയുന്നത് പോലെ തന്നെ അതിന് മൊത്തത്തിൽ അടങ്ങിയിട്ടുള്ള കൂടുതൽ കണ്ടന്റും വാട്ടറിനെയാണ്. ഈ ഒരു വെള്ളമാണ് നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരെ പ്രഗ്നൻസി സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. സ്ത്രീകളിലും പുരുഷന്മാരിലും അവരുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർമെലൺ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. സ്ത്രീകളിൽ അണ്ടത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അണ്ടത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. പുരുഷന്മാരിൽ സ്പേമിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. ഇതിൽ 92% വെള്ളത്തിന്റെ കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ സെർവിക്കൽ മ്യൂക്കസ്, അതായത് ഓവുലേഷൻ ഡിസ്ചാർജ് കൃത്യമായിട്ട് വരാത്ത സ്ത്രീകൾക്ക് ഈ ഒരു വാട്ടർമെലൺ കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ ശരീരത്തിൽ സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് അത് സഹായിക്കുന്നു. ഈ സെർവിക്കൽ മ്യൂക്കസ് ആണ് നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്ന പുരുഷന്റെ സെമനെ അവിടെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യുന്നതും അതിന് ഫലോപ്പിയൻ ട്യൂബിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കുന്നതും. നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓവുലേഷൻ ഡിസ്ചാർജ് തിക്കായിട്ടുള്ള ഡിസ്ചാർജ് ആണെങ്കിൽ അവിടെ ആ ഒരു സെമനെ കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു ഫലോപ്പിയൻ ട്യൂബിലോട്ട് എത്തി എഗ്ഗിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കില്ല. കടന്നു പോകുന്ന വഴികളിൽ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ, അതായത് തടസ്സമുണ്ടെങ്കിൽ ഈ ഫലോപ്പിയൻ ട്യൂബിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഒരിക്കലും സ്പേമിന് സാധിക്കില്ല. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ സെർവിക്കൽ മ്യൂക്കസ് ആണ്. ഈ വാട്ടർമെലൺ കൃത്യമായിട്ട് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് വാട്ടർ കണ്ടന്റ് നമ്മളുടെ ശരീരത്തിൽ എക്സസ് ആയിട്ട് എത്തുകയും ഇതുമൂലം നിങ്ങളുടെ സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും ഇത് സഹായിക്കുന്നു. അത് മാത്രമല്ല ഇതിൽ അടങ്ങിയിട്ടുള്ള മറ്റുള്ള വിറ്റമിൻസും ഒക്കെ, വിറ്റമിൻ സിയും ഒക്കെ തന്നെ നിങ്ങളിൽ ആ ഒരു എഗ്ഗിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ഹസ്ബൻഡിന് ഇപ്പോൾ സെമൻ എന്തെങ്കിലും ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ, മോട്ടിലിറ്റി കുറവുണ്ടെങ്കിൽ ഹസ്ബൻഡും ഈ ഒരു വാട്ടർമെലൺ കഴിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫെർട്ടിലിറ്റിയുടെ സാധ്യത ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഇനി എത്രത്തോളം കഴിക്കണമെന്ന് നമുക്ക് നോക്കാം. വാട്ടർമെലൺ നമുക്കറിയാം ഏകദേശം നല്ലൊരു വലിപ്പത്തിലുള്ളതാണ്. ഒരു ദിവസം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1-2 സ്ലൈസ് വാട്ടർമെലൺ ഒരു ദിവസം നിങ്ങൾ കഴിച്ചാൽ മതിയാകും.
ഏകദേശം നമ്മളൊരു ഈവനിങ്ങിൻ്റെ സമയത്ത് സ്നാക്സ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സമയത്ത് ഈവനിങ്ങിൻ്റെ സമയത്തോ അല്ലെങ്കിൽ മോർണിംഗ് സമയത്തോ എപ്പോഴാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വാട്ടർമെലൺ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഓവുലേഷൻ സമയത്ത് എടുക്കാമോ, ഇംപ്ലാന്റേഷൻ സമയത്ത് എടുക്കാമോ, അല്ലെങ്കിൽ പീരിയഡ്സിന്റെ സമയത്ത് എടുക്കാമോ, ഇങ്ങനെയുള്ളൊരു ചിന്ത ഈ ഒരു കാര്യത്തിൽ വേണ്ട. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വാട്ടർമെലൺ കഴിക്കാവുന്നതാണ്. ഒരു 1-2 സ്ലൈസ് പെർ ഡേ നിങ്ങൾ എടുക്കുന്നത് എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏകദേശം നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഷുഗറിന്റെ കംപ്ലൈന്റ് നല്ലതുപോലെ ഉണ്ടെങ്കിൽ, ഷുഗർ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ വാട്ടർമെലന്റെ ഉപയോഗം കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. അത് എടുക്കാനായിട്ട് പറയില്ല. കാരണം വാട്ടർമെലൺ കഴിച്ചവർക്ക് മനസ്സിലാക്കുമ്പോൾ അത് ഭയങ്കര നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ നിങ്ങൾ അത് കൂടുതലായിട്ടും ഷുഗർ ഉള്ളവർ എടുക്കണ്ട കേട്ടോ. ബാക്കിയുള്ളവർക്ക് ഇത് നോർമലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഏകദേശം നിങ്ങൾ ഒരു 2-3 മാസമൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ദിവസവും നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരു 2-3 ദിവസം കൂടുമ്പോഴൊക്കെ നിങ്ങൾ വാട്ടർമെലൺ ഉപയോഗിക്കുക കേട്ടോ. ഇത് നമ്മളിൽ ഏകദേശം നമ്മുടെ എഗ്ഗിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ആയിട്ട് വരുന്നത് ഈ ഒരു മാസം നമ്മൾ ചെയ്താൽ തന്നെ, ഈ ഒരു മാസം തന്നെ എഗ്ഗിന്റെ ക്വാളിറ്റി കൂടി നിങ്ങൾ പ്രഗ്നന്റ് ആകണം എന്ന് നിങ്ങൾ ഒരിക്കലും വാശി പിടിക്കരുത്. ഈ ഒരു ഗുണം നമ്മൾ ഈ മാസം എഗ്ഗിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളുടെ ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്ത 3 മാസങ്ങളിലായിരിക്കും. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏതൊക്കെ ഫോളിക്കിൾസ് ഈ മാസം ഓവുലേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നോ അത് ഏതൊക്കെ ഫോളിക്കിൾസ് ആണ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് 3 മാസം മുൻപാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാസം ആ ഒരു ഫോളിക്കിൾസ് വളരാൻ വേണ്ടിയിട്ടും ക്വാളിറ്റിയോടുകൂടി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടർമെലൺ എടുക്കുമ്പോഴേക്കും അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് അടുത്ത 3 മാസങ്ങളിലായിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് 2-3 മാസം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാൻ. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ബുദ്ധിമുട്ടും ഒന്നും ഇത് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഡൈജഷൻ കൃത്യമായിട്ട് നടക്കുന്നതിലും അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് ഈ ഒരു വാട്ടർമെലൺ ഉപയോഗിക്കുന്നത്, തണ്ണിമത്തൻ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.